ആ തങ്ങളുപ്പാപ്പ ചെയർമാനായി ഒരു സമ്മേളനം നടക്കുകയാണ്. സ്റ്റേജിൽ നിന്ന് അതാ അങ്ങനെ കറങ്ങി നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പതിവിന് വ്യത്യസ്തമായ ഒരു സംഭവം അരങ്ങേറുകയാ. ഞാൻ ഓടിച്ചെന്ന് വൈലത്തൂർ ഉപ്പാപ്പയുടെ സമീപത്ത് നിന്നു. എന്താ സംഭവിച്ചത് തങ്ങളുപ്പാപ്പ? അവിടുന്ന് ഒന്നും മിണ്ടുന്നില്ല. ഉടനെ പറഞ്ഞു, മോനെ വളണ്ടിയർ ക്യാപ്റ്റനെ വിളിക്കൂ. വളണ്ടിയർ ക്യാപ്റ്റനെ വിളിച്ചു കൊണ്ടുവന്നു. ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ ആരാണ് വളണ്ടിയർമാരുള്ളത്? ആ വളണ്ടിയർ ക്യാപ്റ്റൻ നോക്കി വരാമെന്ന് പറഞ്ഞു. ഓടിച്ചെന്ന് നോക്കിയപ്പോ ആരും കാണുന്നില്ല. വീണ്ടും തങ്ങളുപ്പാപ്പയുടെ സമീപത്ത് വന്നപ്പോ തങ്ങളു പറഞ്ഞു, വെള്ളം നിറയ്ക്കുന്ന ടാങ്കിന്റെ സമീപത്ത് ഓടിച്ചെന്നോ, അവിടെയുള്ള കള്ളനെ പിടിച്ചു വന്നോ. യൂസുഫുൽ ജിലാനി വൈലത്തൂർ ഉപ്പാപ്പ പറയാണ്, ജാമിയ മർക്കസിന്റെ സമ്മേളനത്തിന്റെ വേദിയില് അവിടെയുള്ള വാട്ടർ ടാങ്കിൽ വിഷം കലർത്താൻ വേണ്ടി വന്ന അക്രമകാരിയെ തങ്ങളുപ്പാപ്പയുടെ അകക്കണ്ണുകൊണ്ട് കാണുകയും തങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന്റെ മക്കളെ പറഞ്ഞേച്ച് പിടികൂടുകയും ചെയ്തു. അല്ലാഹ്, ഞങ്ങൾ അപകടപ്പെടുമ്പോൾ ഞങ്ങൾക്ക് വലിയ സംരക്ഷണം നേടിത്തന്നവരാണ്. ആഖിറത്തിലും ആ സംരക്ഷണം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇതില് ഈ അവസാനത്തെ വാക്കാണ് ഈ വീഡിയോ എടുക്കുവാനുണ്ടായ ഒരു കാരണം. മറ്റൊന്നുമല്ല, ആഖിറത്തിലും ആ സംരക്ഷണം ആഗ്രഹിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ആഖിറത്തില് സംരക്ഷണം നൽകുവാൻ കഴിവുള്ള ആരാണ്? ആഖിറത്തില് ഈ പറയപ്പെട്ട ഇവർ ഈ അകക്കണ്ണുകൊണ്ട് കള്ളനെ പിടിച്ചു എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് എന്ത് സംരക്ഷണമാണ് നൽകാൻ കഴിയുക? പ്രിയമുള്ളവരെ, ഇത് തള്ളാണ് എന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ തള്ളുകയാണ് എന്ന് പറയും. എന്നാൽ ഇത് കേൾക്കുന്ന ആർക്കും ഇത് തള്ളല്ല എന്ന് തെളിയിക്കുവാൻ ഒരു അവസരം നൽകുന്നുണ്ട്. ഈ പറയപ്പെട്ട സംഭവം നടന്നത് ഏത് വർഷമാണ്, എവിടെയാണ്, ഏത് പോലീസ് സ്റ്റേഷനിലാണ് അത് സംബന്ധമായിട്ട് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്? അകക്കണ്ണുകൊണ്ട് കാണുകയാണ് ഒരു കള്ളൻ. കള്ളൻ എന്ന് പറഞ്ഞാല് കക്കാനാണ് വരിക. ഇത് കള്ളനാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വാട്ടർ ടാങ്കില് വിഷം കലക്കാൻ വന്നിക്കുകയാണെന്നും പറയുന്നുണ്ട്. പട്ടാളം സിനിമ കണ്ടോന്നൊരു സംശയമുണ്ട്. എന്താവട്ടെ, അവിടെ വിഷം കലക്കാൻ വന്നു കഴിഞ്ഞാല് ആ വ്യക്തിയെ പോലീസിൽ ഏൽപ്പിക്കണം. ഇത് ജനാധിപത്യ രാഷ്ട്രമാണ്. അപ്പോ ഇവിടെയുള്ള നിയമ സംവിധാനം കൊണ്ട് അയാളെ ശിക്ഷിക്കൽ നിർബന്ധമാണ്. കാര്യം, ഒരു വാട്ടർ ടാങ്കിൽ വിഷം കലക്കുക എന്നുള്ളത് അത് സാധാരണ കുറ്റമല്ല. ആ ഒരു ക്രിമിനൽ ഒഫൻസ് അത് കുറച്ച് കൂടിയ ഇനാണ്. എന്നിട്ട് ഏത് പോലീസ് സ്റ്റേഷനിലാണ് ഇവര് അത് അറിയിച്ചിട്ടുള്ളത്? ഏത് പോലീസ് സ്റ്റേഷനിലാണ് ആ കേസ് ഫയൽ ചെയ്തത്? ഏത് കോടതിയാണ് ആ അക്രമിയെ ശിക്ഷിച്ചത്? ഏത് ജയിലിലാണ് ആ അക്രമി ശിക്ഷ അനുഭവിച്ചത്? എന്ത് തള്ളാണ് അല്ലേ? വെറുതെ തള്ളാണ്. തള്ളു എന്ന് പറഞ്ഞാലും പോരാ, വെള്ളിക്കാട്ട് തള്ളുകളും തള്ളിയിട്ട് ഇവര് നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? വിശ്വാസികളെ, അവരുടെ വിശ്വാസം അവരിൽ നിന്ന് ഊരിയെടുത്തുകൊണ്ട് അന്ധവിശ്വാസികളാക്കിക്കൊണ്ട് ഇവർക്ക് വിയർപ്പിന്റെ അസുഖം എന്നത് മുൻപൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോ അതുപോലെയുള്ള വിയർപ്പിന്റെ അസ്കിതയുള്ള ചില ആളുകള്, അവർക്ക് കൂടുതൽ ശരീരം വിയർത്താല് രോഗം വരും. അപ്പൊ വിയർപ്പില്ലാതെ വീട് അവിടെ AC, അതുപോലെ തന്നെ പള്ളിയിൽ AC, പള്ളിയില് ഇവർക്ക് ലഭിക്കുന്ന റൂമിൽ AC, അത് കഴിഞ്ഞ വണ്ടിയിൽ AC. അപ്പോ വിയർപ്പ് ഇല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ അവര് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വിയർപ്പിന്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ്. അവര് തന്നെ പറഞ്ഞിട്ട് നമുക്കതൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് പോകാം. വിയർപ്പ് ഒരു അസുഖമായിരുന്നു എന്നുള്ളത് മുമ്പ് പറഞ്ഞു, ഒന്നുകൂടി കേൾക്കാം. അങ്ങനെ ഞാൻ വയത് പറഞ്ഞു. സേവന അത് കേട്ട് അവിടെ ഇരുന്ന് പോയില്ല. 2 മണിക്കൂറിലധികം ഞാൻ വയത് പറഞ്ഞു. അന്ന് വയത് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത വിയർപ്പാണ്. വല്ലാത്ത വിയർപ്പ് എന്ന് പറഞ്ഞാൽ കുപ്പായം ഒക്കെ നനഞ്ഞ് ഇങ്ങനെ പിഴിഞ്ഞാൽ വിയർപ്പ്, ഇങ്ങനെ പിഴിഞ്ഞാൽ വെള്ളം വീഴുന്നത് പോലെ വരും. അതുകൊണ്ട് ഞാൻ തലയെക്കെട്ട് കെട്ടി ദുആ കഴിഞ്ഞാൽ തലയെക്കെട്ടെടുത്ത് മേശപ്പുറത്ത് വെക്കും. എന്നിട്ടാണ് വയത് പറയുക. ഇങ്ങനെ വയത് കഴിഞ്ഞതിന് ശേഷം എന്നെ ഒരു മൂലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൂട്ടിക്കൊണ്ടുപോയത് മടവൂർ ഷെയ്ഖുനാഗുനയാണ്. അതുകൊണ്ടാണ് ആ വിഷയമൊക്കെ പറഞ്ഞു വന്നത്. എന്തായാലും വിയർപ്പ് ഒരു അസുഖമാണ് എന്നുള്ളത്
അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വീഡിയോ കാണിച്ചത്. ഇൻഷാ അല്ലാഹ് ഏതായാലും ഇതുപോലെയുള്ള തള്ളുകൾ തള്ളുമ്പോൾ അത് ഒരു കേസായിക്കൊണ്ട് മാപ്പ് കൊടുത്തൊന്നും തള്ളണ്ടന്നെ. ഇതുപോലെ വാട്ടർ ടാങ്കിൽ വിഷം കലക്കാൻ വന്നവനിക്ക് അങ്ങനെ മാപ്പ് കൊടുക്കാൻ കഴിയില്ല. അയാള് ഒരാളോടല്ല ദ്രോഹം ചെയ്യാൻ വന്നിട്ടുള്ളത്, ഒരുപാട് ആളുകളെ അടുത്താണ്. ആ വെള്ളം കുടിക്കുന്ന ആളുകൾക്കൊക്കെ അപകടം വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പൊ അത് പോലീസ് അറിയാതെ ഒതുക്കി തീർത്തിട്ടുണ്ടെങ്കിലും അതും കുറ്റകരം തന്നെയാണ്. എന്തായാലും ഇതുപോലെയുള്ള തള്ളുകൾ തള്ളുമ്പോ ഒക്കണ തള്ളുകൾ തള്ളുക എന്നുള്ള ഒരു അപേക്ഷയുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു ചെറിയൊരു പ്രഭാഷണത്തിന്റെ ഭാഗം ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നിട്ട് കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ നാട്ടിൽ എന്ത് പറയുമ്പോഴും ആളുകൾ പറയുന്നറിയോ, എന്താ പറയാറിയോ? അബദ്ധം ചൂണ്ടിക്കാണിച്ചാൽ ചിലര് പറയും, അത് ശിർക്കാണ്, ഇത് ബിദ്അത്തല്ലേ, ഇത് ഖുറാഫാത്തല്ലേ, ഇത് നബി ചെയ്തിട്ടില്ല, ഇത് സ്വഹാബത്തിനറിയില്ല, ഇത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല, ഇത് നസ്വാറാക്കളുടെ ആദത്താണ്, ഇത് യഹൂദന്റെ ആദത്താണ്, ഇത് മുശ്രിക്കീങ്ങളുടെ ആദത്താണ് എന്ന് നമ്മൾ പറയുമ്പോ അവര് പറയും, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഞങ്ങളെ മുശ്രിക്കാക്കാണോ, ഞങ്ങളെ കാഫിറാക്കാണോ, ഞങ്ങളെ മോശക്കാരാക്കണോ? ഇത് ഞങ്ങളുടെ വാപ്പാര് ചെയ്തതാ, ഞങ്ങളുടെ വല്ലിപ്പാര് ചെയ്തതാ, ഞങ്ങളുടെ പാരമ്പര്യം ചെയ്തതാ, ഞങ്ങളുടെ തറവാടിത്തം അങ്ങനെയാ, ഞങ്ങളുടെ വാപ്പമാരങ്ങനെ ചെയ്തതാണ്. അങ്ങോട്ട് പറയുമ്പോ സുബ്ഹാനല്ലാഹ് ഇപ്പൊ തോന്നുന്നു അത് വഹി അങ്ങനെ ഇറങ്ങിയതാ തോന്നുന്നു പറഞ്ഞിട്ട് അല്ലേ. എന്നോടൊക്കെ നാട്ടിൻപുറത്ത് ആദ്യമൊക്കെ ചോദിച്ചിരുന്നു, ആരും ചോദിക്കില്ല, എന്തറിയോ, അല്ലെങ്ങായി എന്റെ വാപ്പൊരു മൊയിലേരല്ലേ, അതെ, എന്റെ വല്ലിപ്പി മൊയിലേരല്ലേ, അതെ, ഇവലൊക്കെ നരകത്തില. നമ്മൾ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും വിളിച്ചാൽ നമ്മുടെ നാട്ടിൻ പുറത്ത് ഉള്ള ആളുകളുടെ ഒരു മറുപടി എന്തറിയോ, ഇപ്പൊ ഇവലൊക്കെ നരകത്തിലാണോ? ഞാൻ നിങ്ങളുടെ ആയത്തല്ലോതി, അതല്ലേ നിങ്ങൾ സ്വീകരിക്കേണ്ടത്, ഞാൻ നിങ്ങളുടെ ഹദീസല്ലേ പറഞ്ഞ്, അതല്ലേ നിങ്ങൾ സ്വീകരിക്കും. അതൊന്നും ഇവിടെ പറയണ്ട. എന്താ എന്റെ വാപ്പാക്കും എന്റെ വാപ്പാക്കും എന്റെ വല്ലിപ്പാക്കും എന്റെ വല്ലിപ്പാക്കും എന്നത് ഈ ആയത്ത് തിരിഞ്ഞില്ല, ഈ ഹദീസ് മനസ്സിലായില്ല, ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് അത് മനസ്സിലായത് എന്നൊക്കെ ചോദിക്കും. സത്യത്തിൽ ഈ ചോദ്യം പോലും ഇസ്ലാമിന്റെ ചോദ്യമല്ല, കുഫാറുകളുടെ ചോദ്യമാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മളോട് കൂടെ ചൂണ്ടിക്കാണിക്കും, മഹലിലൊക്കെ ചെന്നിട്ട് പ്രശ്നം ഉണ്ടായാലേ ഉസ്താദുകൊണ്ട് ഹാലളകി വരും, എന്നിട്ട് പറയും അവിടെ എന്നൊക്കെ പറയും. മിനിമം ഇവിടെയൊക്കെ എങ്ങനെ എനിക്കറിയില്ല, നമ്മളായിട്ടൊക്കെ അങ്ങനെ. എന്നിട്ട് പറയും, ഇതാ ഈ കിടക്കണ മിനിങ്ങളുടെ മുഴുവൻ ഖബറുകളും ഇതൊക്കെ കാഫറുകളാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ആൾക്കാർ ഇങ്ങോട്ട് ഇളകും. അല്ലെങ്കിൽ എന്താ ഇപ്പം ഫിത്തനക്കാരനാണ്, അങ്ങനെ വരും. അങ്ങനെയൊക്കെ നമ്മൾ ഫിത്തനക്കാരായാലേ. സത്യത്തിൽ നമ്മളൊന്നും ചോദിച്ചില്ല, ഉസ്താദേ അവിടെ നിങ്ങളൊന്നും ഓതിയില്ലേ മങ്കൂസ് മൗലൂദ്, ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി അങ്ങയോടന്യായം ഞാൻ, സയ്യിദി ഖൈറൻ നബി, പാപമാകുന്ന വാഹനത്തിൽ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട് റസൂലേ, അതുകൊണ്ട് എന്റെ പാപങ്ങൾ അവിടുന്ന് പുറത്തു തരണേ. ഇത് തെറ്റല്ലേ ഉസ്താദേ? ഇത് തെറ്റല്ലേ പള്ളി കമ്മിറ്റിയിലെ പ്രസിഡന്റ്? ഇത് തെറ്റല്ലേ മുത്തവല്ലി? ഇത് തെറ്റല്ലേ മുഅ്മിനീങ്ങളെ? എന്തുകൊണ്ട് തെറ്റല്ലേ? പാപം പൊറുക്കാൻ നമ്മൾ ചോദിക്കേണ്ടത് അല്ലാഹുവിനോടല്ലേ? അള്ളാഹു പറഞ്ഞിട്ടല്ലേ ഖുർആനിൽ, എന്ത് വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ പൊറുക്കുവാൻ അല്ലാഹുവല്ലാതെ മറ്റാരാണുള്ളത്? നിസ്കാരം കഴിഞ്ഞു, സലാം വീട്ടി നമ്മൾ പറഞ്ഞു പോണ വാക്കെന്താ? അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ നീ പുറത്തരണേ. മുഹമ്മദ് നബി പോലും റബ്ബിനോട് 100 തവണ ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു. മുഹമ്മദ് നബി പോലും ദിനേന 70 തവണ റബ്ബിനോട് പാപമോചനം തേടിയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എങ്ങനെയാണ് മുഹമ്മദ് മുസ്തഫയുടെ മാർഗം വിട്ടിട്ട് നേർക്ക് നേരെ മുഹമ്മദ് നബിയോട് പാപമോചനം തേടുക? ഇത് ശരിയല്ലല്ലോ ഉസ്താദേ. അപ്പൊ ഉസ്താദ് പറയും, അതെന്റെ വാപ്പാക്ക് തിരിഞ്ഞില്ല, വല്യപ്പാക്ക് തിരിഞ്ഞില്ല, കാരണന്മാർക്ക് തിരിഞ്ഞില്ല, ഈ കിടക്കണ വാപ്പപ്പാപ്പമാർക്കൊന്നും തിരിഞ്ഞില്ല, ഈ പാരമ്പര്യം, ഈ താവഴി, ഈ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ ഒരു നീണ്ട മഹാന്മാരായ ആളുകൾക്കൊന്നും തിരിഞ്ഞില്ല എന്ന് ചോദിക്കും. അപ്പോ നമ്മൾ അവരോട് പറയും, എന്തറിയോ, ഇത് നിങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾ പറഞ്ഞല്ല, ഇത് പണ്ട് മക്കത്തെ മുശ്രിക്കുകൾ ഇതേ വാക്കാ പറഞ്ഞെന്ന്. ഏത്?
ഇവർക്കൊന്നും തിരിഞ്ഞില്ല, ഓൽക്കൊന്നും മനസ്സിലായില്ല, ഇവർക്കൊന്നും മനസ്സിലായില്ല. ഇത് പറഞ്ഞൊരു ടീം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ ശത്രുക്കൾ. സുബ്ഹാനല്ലാഹ്. എവിടെയുള്ളത്? 5-ാമത്തെ അധ്യായം സൂറത്ത് മാഇദ 104-ാമത്തെ ആയത്തിലാണ്. وَإِذَا قِيلَ لَهُمْ تعالوا إلى ما أنزل الله وإلى الرسول قالوا حسبنا ما وجدنا عليه آباءنا أولو كان آباؤهم لا يعلمون شيئا ولا يهتدون. അള്ളാഹു അവതരിപ്പിച്ചതിലേക്കും റസൂലിലേക്കും വരുവിനെന്നവരോട് പറയപ്പെട്ടാൽ, കിതാബിലേക്കും തിരുസുന്നത്തിലേക്കും വരണേ എന്നവരോട് പറയപ്പെട്ടാൽ, ഞങ്ങളുടെ പിതാക്കളെ, ഞങ്ങളുടെ വാപ്പമാരെ ഏതൊരു പാരമ്പര്യത്തിലാണോ, ഏതൊരു നിലപാടിലാണോ ഞങ്ങൾ കണ്ടെത്തിയത്, അതുതന്നെ മതി ഞങ്ങൾക്ക് എന്നായിരിക്കും അവര് പറയുക. സുബ്ഹാനല്ലാഹ്. ഈ സാദൃശ്യത്തിൽ നിങ്ങൾ ഇന്നൊന്നും പറയരുതേ, ഒന്നും പറയരുത്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്കെന്തറിയോ? അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിലേക്ക് ദഅവത്ത് നടത്താണ്, നിങ്ങൾ കിതാബിലേക്ക് വരിൻ, നബിയുടെ സുന്നത്തിലേക്ക് വരിൻ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഈ സമുദായത്തെ വിളിക്കപ്പെട്ടാൽ അന്ന് അവര് പറയും, ഞങ്ങളുടെ വാപ്പാരും ഉപ്പാപ്പാരും ഏതൊരു നിലപാടിലാണോ ആ നിലപാട് മതി ഞങ്ങൾക്ക്. എന്നിട്ട് അള്ളാന്റെ ഒരു ചോദ്യം എന്താണ്? അവർ സന്മാർഗം പ്രാപിക്കാത്തവരും യാതൊന്നും അറിയാത്തവർ ആയിരുന്നാൽ പോലും നിങ്ങൾ പറയാണോ നിങ്ങൾ അവരിലേക്ക് വരണമെന്നത്? നോക്കിയിട്ട് നിങ്ങൾ, നമ്മുടെ നാടുകളിലെയും സംസാരം ഇതാണ്, നമ്മുടെ നാടുകളുടെയും ആളുകളെ പിടിച്ചു നിൽക്കൽ ഇതാണ്. നമ്മൾ അവരോട് കിതാബിൽ നിന്ന്, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിൽ നിന്ന് ആയത്തും ഹദീസും അതിന്റെ ശറഹ് സഹിതം പറഞ്ഞു കൊടുക്കുമ്പോ അവര് പറയും, ഇതൊന്നും ഞങ്ങളുടെ പിതാക്കൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ പറയുന്നത് അവരൊക്കെ നരകത്തിലാണോ?